നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2 ദിവസം മുൻപ് മലയാളി വാർത്ത വിശദമായ റിപ്പോർട്ട് നൽകിയിരുന്നു. രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ NIA-യും ED-യും ചേർത്ത് നടത്തുന്ന രഹസ്യ നീക്കങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദമായ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്മേലുള്ള വസ്തുതകൾ മറ്റു മാധ്യമങ്ങളൊന്നും സംപ്രേഷണം ചെയ്ത് കണ്ടില്ല. എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യധാരക്കാർ അടക്കം ഇത്തരം വാർത്തകൾ മുക്കിക്കളയുന്നത്? കേന്ദ്ര അന്വേഷണ ഏജൻസികളായ NIA, ED തുടങ്ങിയ സംവിധാനങ്ങൾ എത്ര ഫലപ്രദമായാണ് രാജ്യത്തെ തീവ്രവാദത്തിനെതിരെ നീങ്ങുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഈ വാർത്ത. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് വിദേശത്ത് നിന്ന് പണം എത്തിച്ചിരുന്ന 13,000-ഓളം പ്രവാസികളെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതിന്റെ വിശദാംശങ്ങളായിരുന്നു ആ വാർത്തയിൽ. ദീർഘകാലമായി നമ്മുടെ അന്വേഷണ ഏജൻസികൾ നടത്തിയ ഫലപ്രദമായ നീക്കങ്ങൾക്കൊടുവിലാണ് ഈ 13,000 പ്രവാസി അക്കൗണ്ടുകൾ അവർ കണ്ടെടുക്കുന്നത്. ഇപ്പോഴിതാ ശക്തമായ തുടർ നടപടികൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഡൽഹി എയർപോർട്ടിൽ വന്നിറങ്ങിയ ഒരു പ്രവാസിയെ NIA കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് ഈ വാർത്തകളുടെ ആഴം നമുക്ക് മനസ്സിലായത്. കേന്ദ്ര ഏജൻസികൾ കണ്ടുപിടിച്ച 13,000 അക്കൗണ്ടുകളിൽ 10,000 പ്രവാസി മലയാളികളുടേതാണ് എന്നതാണ് ഇതിൽ ഞെട്ടിക്കുന്ന വസ്തുത. ഈ പ്രവാസി മലയാളികൾ കേരളത്തിലോ ഇന്ത്യയിലോ കാലുകുത്തിയാൽ അപ്പോൾ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിലെടുക്കും. നേരത്തെ മുതൽ അവർക്ക് കൃത്യമായ സംശയം ഉള്ളിൽ ജനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ കാലമായി അവർ നാട്ടിലേക്ക് മടങ്ങി വരുന്നില്ല. കുടുംബാംഗങ്ങളെപ്പോലും ഗൾഫ് നാടുകളിൽ എത്തിച്ചാണ് അവർ കൂടിക്കാഴ്ചകൾ നടത്തുന്നത്. കാലക്രമേണ തങ്ങൾക്കെതിരെയുള്ള അന്വേഷണം അവസാനിച്ചുവെന്നും ഇനി സുരക്ഷിതമായി നാട്ടിലേക്ക് എത്താമെന്നും കരുതിയിരിക്കുമ്പോഴാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങൾ. ഭീകരപ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ എത്രമാത്രം പിൻബലം കിട്ടുന്നു എന്നതിന്റെ വ്യക്തമായ ചിത്രമാണ് ഇക്കഴിഞ്ഞ ദിവസം ഞങ്ങൾ നൽകിയ വിശദമായ വാർത്ത. എന്തിനേറെ, നേരത്തെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകളുടെ പേരിൽ നിരവധി സ്വത്തുക്കൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടുകെട്ടിയിരുന്നു. കേരളത്തെ നടുക്കിക്കൊണ്ട് കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്ന് പോലും അവർ സ്വത്തുക്കൾ കണ്ടുകെട്ടി. 56.5 കോടി രൂപ കേരളത്തിലേക്ക് ഒഴുകിയതിനു പിന്നിൽ ഒട്ടനവധി പ്രവാസി മലയാളികളുടെ കൈകളുണ്ട് എന്നതായിരുന്നു ഞെട്ടിക്കുന്ന വസ്തുത. കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനങ്ങൾക്കും ആ സംഘടനയെ നിരോധിച്ചതിനു ശേഷം മറ്റേതെങ്കിലും വിധത്തിൽ ഈ സംഘടനയുടെ മറ്റു രൂപാധികൾ തലപൊക്കാനായും അവർ കോടികൾ കേരളത്തിലേക്ക് ഒഴുക്കി. ജനമനസ്സുകളിൽ ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികളെക്കുറിച്ച് അഭിമാനം പകരുന്ന നിരവധി വാർത്തകളാണിപ്പോൾ പുറത്തു വരുന്നത്. ഭീകരപ്രവർത്തനവും കള്ളപ്പണ ഇടപാടും ഒരു രാജ്യത്തിന്റെ സ്വസ്ഥതയെ നശിപ്പിക്കും എന്ന് മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ അപകടപ്പെടുത്തും. അതുകൊണ്ട് തന്നെ അന്വേഷണ ഏജൻസികൾ ഏറ്റവും ഫലപ്രദമായി നീങ്ങുന്ന നേർക്കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിലായിരുന്നു 2022 ഇന്ത്യയിൽ നടന്ന വ്യാപക പോപ്പുലർ ഫ്രണ്ട് റെയ്ഡുകൾ. ഇതിനെ തുടർന്ന് നിരവധി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തെളിവുകൾ പുറത്തേക്ക് വരികയും ആ സംഘടനയെ നിരോധിക്കുകയും ചെയ്തിരുന്നു കേന്ദ്ര സർക്കാർ. ഭീകരവാദികൾക്കും ഭീകരപ്രവർത്തനങ്ങൾക്കും കേരളത്തിൽ നിന്ന് വലിയ തോതിൽ പിന്തുണ ലഭിക്കുന്നു എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നൽകുന്നത്. എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങളോ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളോ ഇക്കാര്യം ശരിവെക്കുന്നില്ല. 10,000-ലേറെ പ്രവാസി മലയാളികൾ ഭീകരപ്രവർത്തനങ്ങൾക്ക് പണം കൈമാറി എന്ന ഗുരുതര വാർത്ത എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ മുക്കിക്കളഞ്ഞത്? ഇതിനൊക്കെ മതപരമായ ചില ചട്ടക്കൂട് നൽകി ഈ വാർത്തകളെ തമസ്കരിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങളും കേരളത്തിൽ നടക്കുന്നു. ഇത്തരം കൊടൂര നീക്കങ്ങൾ നടന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ ഭരണകക്ഷി നേതാക്കളും പ്രതിപക്ഷ നേതാക്കളുമൊക്കെ മൗനം പാലിക്കുന്നത്? സ്വന്തം നിലനിൽപ്പിനപ്പുറം ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ദേശസ്നേഹം നിഴലിക്കുന്നില്ല എന്നത് ദേശസ്നേഹിയായ ഓരോ പൗരനെയും വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഭീകരപ്രവർത്തനത്തിനായി കേരളത്തിലേക്ക് ഒഴുകിയ ഈ കോടികളുടെ കണക്ക് നമ്മെ കൂടുതൽ പരിഭ്രാന്തരാക്കുന്നതും. അതീവ രഹസ്യാത്മകമായി നടത്തിയ മിന്നൽ റെയ്ഡുകൾക്കൊടുവിലാണ് കേരളത്തിൽ നിന്ന് നിരവധി പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിടികൂടുന്നത്. അവരുടെ ഓഫീസുകൾ മുദ്രവെച്ചു. താമസ സ്ഥലത്ത് നിന്ന് നിരവധി തെളിവുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വീണ്ടെടുത്തു. അതിൻ്റെ തുടർച്ചയായി പല ട്രസ്റ്റുകളുടെയും മറ്റു സംഘടനകളുടെയും ഒക്കെ പേരിൽ ഒളിപ്പിച്ചു വെച്ച കള്ളപ്പണത്തിന്റെ വ്യാപ്തി അത് ഇന്ത്യയെ കൂടുതൽ പരിഭ്രാന്തിയിലാഴ്ത്തി. അന്നു പിടിയിലായ ഒട്ടേറെ നേതാക്കൾ ഇപ്പോഴും ജയിലുകളിൽ തുടരുകയാണ്. അപ്രതീക്ഷിതമായി ഏറ്റ ഈ മാരക പ്രഹരത്തിനു ശേഷം ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്നും അതിനെ തടയിടുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ലക്ഷ്യമെന്നും വ്യക്തമാക്കുന്നതാണ് അവരുടെ ചടുലമായ ഇപ്പോഴത്തെ നീക്കങ്ങൾ. നിരോധിത പോപ്പുലർ ഫ്രണ്ട് സംഘടനയെ മറ്റേതെങ്കിലും രൂപത്തിലും ഭാവത്തിലുമൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പലവിധ ശ്രമങ്ങൾ കേരളത്തിൽ തുടരുന്നു.
അതിനുവേണ്ട ഫണ്ടിംഗ് പ്രവർത്തനങ്ങളുടെ അടിവേരറക്കുകയായിരുന്നു ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ. എന്നാൽ ഒരു മുഴം മുൻപേ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ഫലപ്രദമായി നീങ്ങി എന്നതിന്റെ നേർക്കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. അതാണ് ഒട്ടനവധി പ്രവാസി മലയാളികളെ ഇപ്പോൾ പരിഭ്രാന്തിയിൽ ആഴ്ത്തിയിരിക്കുന്നതും. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിൽ വന്നിറങ്ങിയാൽ തങ്ങൾ കസ്റ്റഡിയിലാകും എന്ന ഭയം ഒട്ടനവധി ആളുകളിൽ ഇപ്പോൾ പടരുകയാണ്. ഭീകരപ്രവർത്തനത്തിന് ഏതെങ്കിലും തലത്തിൽ പണം നൽകിയാൽ അവർ കൂടി ജയിലറയ്ക്കുള്ളിൽ അകപ്പെടും എന്ന വലിയ സന്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ 10,000-ലേറെ വരുന്ന പ്രവാസി മലയാളികൾ ഇപ്പോൾ വിറച്ച് ഗൾഫ് നാടുകളിൽ കഴിയുന്നു. എങ്ങനെ ഇനി കേരളത്തിലേക്ക് മടങ്ങി വരും? പോപ്പുലർ ഫ്രണ്ടിന്റെ ഏകദേശം 13,000-ഓളം സജീവ പ്രവർത്തകർ ഗൾഫ് നാടുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളും കണ്ടെത്തിയത്. 29 അക്കൗണ്ടുകളിലായി 56 കോടി രൂപയുടെ ആസ്തി. ഇതിനു പിന്നിൽ പ്രവാസി മലയാളികളാണ് മുഖ്യമായി കരുക്കൾ നീക്കിയത്. 56.56 കോടി രൂപ വില വരുന്ന 35 സ്ഥാവര വസ്തുക്കളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടുകെട്ടിയത്. PFIയുടെയും വിവിധ ട്രസ്റ്റുകളുടെയും വ്യക്തികളുടെയും അടക്കം സ്വത്തുക്കളാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം നേരത്തെ കണ്ടുകെട്ടിയത്. ഒക്ടോബർ 13-ന് 35.43 കോടി രൂപയുടെ 19 സ്ഥാവര സ്വത്തുക്കൾ, ഏപ്രിൽ 16-ന് 21.13 കോടിയുടെ 16 സ്ഥാവര സ്വത്തുക്കൾ. ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും സാമ്പത്തിക സഹായം നൽകുന്നതിനുമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഓഫീസ് ഭാരവാഹികൾ, അംഗങ്ങൾ, കേഡർമാർ തുടങ്ങിയവർ ഗൂഢാലോചന നടത്തുകയും ഫണ്ട് സമാഹരണം നടത്തുകയും ചെയ്തുവെന്ന് ED പറയുന്നു. ബാങ്ക് ഹവാല, സംഭാവന വഴിയാണ് ഫണ്ട് സമാഹരണം വ്യാപകമായി നടത്തിയത്. ഇത്തരത്തിൽ ശേഖരിച്ച തുക കേരളം, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ഡൽഹി, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ബീഹാർ, പശ്ചിമ ബംഗാൾ, അസം, ജമ്മു കാശ്മീർ, മണിപ്പൂർ എന്നിവിടങ്ങളിലെ 29 ബാങ്ക് അക്കൗണ്ടുകളിലായി നിക്ഷേപിച്ചുവെന്നാണ് EDയുടെ വെളിപ്പെടുത്തൽ. ശക്തമായ കരുനീക്കങ്ങളുമായി ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് കുതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.